വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടുനോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ ആവാനും വേണ്ടി മറക്കണ്ട കേട്ടോ. സോ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത കൽപ്പാത്തി കമ്മൽ ഹോളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത്ര കമ്മലൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് കമ്മലേ വാങ്ങിച്ചിട്ടുള്ളൂ. സോ ഓരോന്നായിട്ട് കാണിക്കാം. സോ പിന്നെ ഞാൻ 2 വള സെറ്റായിരുന്നു വാങ്ങിച്ചത്. അതിലത്തെ ആദ്യത്തെ വള സെറ്റാണ് ഈ ഒന്ന്. ഇതിൽ 4 പീസസ് ഉണ്ടായിരുന്നു. ഇത് 2 ഞാൻ എവിടെ ഇപ്പോൾ വെച്ച് മറന്നേക്കുവാണ്. ഇത് നല്ലൊരു സെറ്റാട്ടോ, കാരണം ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടാവും. സോ ഞാൻ അങ്ങനെ വളയൊന്നും ഇടുന്ന ഒരാളല്ല. സോ പെട്ടെന്ന് നമുക്ക് വളയെടുത്ത് കയറ്റാൻ പറ്റിയ ഒരു ടൈപ്പ് വളയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വള സെറ്റാണ് കേട്ടോ. എനിക്ക് 2.6 ഒക്കെ വേണ്ടി വരും കേട്ടോ എനിക്ക് ചില അളവുകളിലൊക്കെ, കാരണം എൻ്റെ പടം നല്ല വീതിയാണ് വള ഇടാതെ. സോ ഈ ഒരു വിൻറ്റേജ് ഷെയ്ഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു ഓറഞ്ച് ആൻഡ് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ്. കാരണം എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ വള ഇല്ല, അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ എടുത്തു. അപ്പോൾ ഈ ഒരു 2 വള സെറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോരോ കമ്മലായിട്ട് കാണാം. ഞാനിപ്പോൾ കമ്മൽ ഇട്ടിട്ടില്ല, സോ ഇടാൻ പറ്റിയൊരു കമ്മൽ എടുക്കാം കേട്ടോ. സോ ഓക്കെ. സോ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ഇതിൽ പക്ഷെ ചെറിയൊരു ഡാമേജ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത കമ്മൽ കേട്ടോ. ഫസ്റ്റ് വൺ ഭയങ്കര, ഇതൊരു 70 റുപ്പീസ് സംതിങ് ആണ് കേട്ടോ. ഞാൻ ചിലവിടെയൊക്കെ ബാർഗെയിൻ ചെയ്യും, ചിലവിടെ ചെയ്യില്ല. ഞാൻ വിചാരിക്കും അവർ സാരില്ല, കഷ്ടപ്പെട്ട് വിൽക്കുമല്ലേ, നമ്മൾ ദൈവത്തിനൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്താൽ നല്ലതാണല്ലോ വിചാരിക്കും. ഞാൻ അത്ര പണക്കാരിയൊന്നല്ല എന്നാൽ. സോ ഇത് നമുക്ക് ഇട്ട് നോക്കാം, കാരണം ഈ ഒരു ഡ്രസ്സിന് ഇത് നന്നായിട്ട് മാച്ചായി പോകുന്നു തോന്നുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു കമ്മൽ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. സോ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. സോ ആ കമ്മൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടതാണ്. സംതിങ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അതുപോലെ ഇങ്ങനെ ആഷ് പൂഷ് എന്നൊക്കെ കിടക്കുന്ന സാധനങ്ങളാട്ടോ. കുറച്ചിങ്ങനെ ഡ്രാമറ്റിക് ആയിട്ട് നിൽക്കണം. കാണുമ്പോൾ എന്താ അത്, അങ്ങനത്തെ ഒരു കമ്മലാണ്. ഇതാണ് ഞാൻ ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് കേട്ടോ. നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കാണിക്കാൻ വേണ്ടി പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിങ്സ് ആട്ടോ. ഇത് ആക്ച്വലി അഖിലേട്ടൻ എന്നോട് ചുമ്മാ ഇത് വേണോ നിനക്ക്, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, വാങ്ങിക്കോ അതിനെന്താ, അങ്ങനെ അഖിലേട്ടൻ വാങ്ങിച്ചു തന്ന കമ്മല ഇയറിങ്സ് ആണ്. ഇത് 190 or 180 സംതിങ് പ്രൈസ് ഉണ്ട്. ഇത് 70 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ സോ ഇത് 190 or എൻ്റെ ഒരു അറിവിൽ 190 ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. എനിക്ക് അതിൻ്റെ നടുവത്തെ സ്റ്റോണ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ടില്ലേ, ഇതും ഇതിന് ആക്ച്വലി നന്നായിട്ട് ചേരും. സോ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിട്ട് നോക്കാം അല്ലേ. ഇത് ഭയങ്കര പ്രിട്ടി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ളൊരു ഇയറിങ്സ്, കാരണം നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ വേണ്ടി പറ്റും. ഇതിലത്തെ നടുവത്തെ സ്റ്റോണ് ഭയങ്കര നല്ല രസമുണ്ട്. ഒരു റെഡും അല്ല, ഒരു പീച്ചും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിങ്സ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് കൽപ്പാത്തിയിലെ 3-ാം തേര്, ലാസ്റ്റത്തെ തേര് ദിവസം വാങ്ങിച്ചൊരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര പ്രിട്ടി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് 190 സംതിങ് ആണ്. ഇതിൽ നടുവിൽ ഇങ്ങനെ മുത്ത് വന്നിട്ടുണ്ട്, പാശിയാണ്. അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കുന്തൻ ബീഡ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വലിയ ഡിസൈൻ ഇല്ല. പക്ഷെ 190 റുപ്പീസാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പേസ്റ്റൽ ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഇയറിങ്സ് ഒന്നും ഇല്ല. നല്ല രസമുള്ളൊരു ഇയറിങ്സ് ആണ്. ആക്ച്വലി ഇതും ഇതിന് ചേരും, പക്ഷേ ഞാനത് ഇപ്പം ഇടുന്നില്ല. ഇത് ഞാൻ വേറൊരു ഫംഗ്ഷന് വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. സോ ഇട്ടിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കളയണ്ട പറഞ്ഞിട്ടാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിങ്സ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അടുത്തൊരു ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. ഇത് ഇങ്ങനത്തെ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഇതും അടിയിൽ ക്രിസ്റ്റൽ ബ്ലാക്ക് കളർ ബീഡ്സ് വന്നിട്ട് ബ്ലാക്ക് മെറ്റലിൻ്റെ ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര പ്രിട്ടി ആയിട്ടുണ്ട്, കാരണം എനിക്ക് ഇങ്ങനത്തെ ഇല്ല. സോ ഇത് ആക്ച്വലി നമുക്ക് മറ്റേ ജാമർ എന്തോ വെച്ചിട്ട് കൽപ്പാത്തി തന്നെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവില്ല. ഞാനാണെങ്കിൽ കയ്യിൽ പൈസ എടുത്തിട്ടുമില്ല. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. സോ ആ കടക്കാരൻ പറഞ്ഞു, മോൾ ഇത് എടുത്തിട്ട് പൊക്കോ, വീട്ടിൽ പോയിട്ട് പൈസ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പൈസ എൻ്റെ വീട് അടുത്ത് തന്നെയാണ്, നാളെ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഞാൻ വീടെത്തിയിട്ടാണ് പൈസ അയച്ചു കൊടുത്തത്. ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള ഇയറിങ്സാണ്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ബ്ലാക്ക് കളറിൻ്റെ ഇത് മാത്രമേ തോന്നുന്നു ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. സോ ഇതാണ് ഒരു നെക്സ്റ്റ് ഇയറിങ്സ് കേട്ടോ. ഇത് 100 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
അടുത്തത് ഇങ്ങനത്തെ ഒരു ഇയറിങ്സ് ആണ്, ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് അടിയിലൊരു ജുമുക്ക പോലെ ഇങ്ങനെ ഉള്ളത്. ഇത് 145 റുപ്പീസ് ആണ് കേട്ടോ. ഇത് എനിക്കെന്തോ ഒരു 10 റുപ്പീസ് എന്തോ ഡിസ്കൗണ്ട് എന്തോ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെയും എൻ്റെ കയ്യിൽ ഇല്ല. സോ ഇല്ലാത്ത ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചത്, നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണ് കേട്ടോ, കാരണം കുറച്ചിങ്ങനെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഇയറിങ്സ് കേട്ടോ. ഇതാണ് ഞാൻ കൽപ്പാത്തി തേരിന് ഫസ്റ്റ് വാങ്ങിച്ച ഇയറിങ്സ് കേട്ടോ. 40 റുപ്പീസേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടോ ഇങ്ങനെ മുത്ത് പോലെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ. ഇത് ഞാൻ ലാസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് പർച്ചേസ്, ഇതിലാണ് തുടക്കം കുറിച്ചത്. സാധാ ഒരു നോർമൽ സ്റ്റഡാണ്, പക്ഷെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് അടുത്ത 2 ഇയറിങ്സ്. ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഉണ്ടാവും, പക്ഷേ ഇത് ആക്ച്വലി ഒരു ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. സോ പിന്നെ ഒന്ന് എനിക്കും ഇഷ്ടമായപ്പോൾ എനിക്കും വാങ്ങിച്ചു. പക്ഷേ ഇത് ലക്ഷ്മി വരുന്നുണ്ട്, ഇത് ഐഡലാണ് ആൻഡ് ഇത് നോൺ ഐഡലാണ്. സോ ആ ചേച്ചിക്ക് ഏതാണ് ഇഷ്ടം ആ ചേച്ചി സെലക്ട് ചെയ്താൽ ഒന്ന് ഞാൻ എടുക്കും. ഇതിന് ഒന്നിന് 140 റുപ്പീസും ഒന്നിന് 160 റുപ്പീസും ആണ്. ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. സോ അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് അടിയിലൊക്കെ ഇങ്ങനെ ക്രിസ്റ്റൽ വരുന്നുണ്ട്, ഫുള്ള് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് വരുന്നത്. റെഡ് കളറാണ് കേട്ടോ വരുന്നത്. സോ റെഡ് കളറിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് രണ്ടും റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ദാണ്ടിയ ഇയറിങ്സ് ആണ്. ഇത് ഭയങ്കര പ്രിട്ടി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി കൽപ്പാത്തിയുടെ 1-ാം തേര് ദിവസം ഞാൻ ഇട്ടിട്ട് പോയിരുന്നു. എൻ്റെ ചെറിയ മിനി വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അഖിലേട്ടൻ വാങ്ങിച്ചു തന്ന കേട്ടോ. 100 റുപ്പീസേ ഉള്ളൂ. സോ ഈ ഒരു ഇയറിങ്സ് ഞാൻ ഇട്ടിട്ട് പോയ സമയത്ത് അവിടുത്തെ ഹരിതകർമ്മ സേനയത്തെ ആൾക്കാരെ എന്നെ ഒന്ന് വിളിച്ചു. അവിടെ ഇങ്ങനെ വൃത്തിയാക്കാൻ വന്ന ചേച്ചിമാരാണ്. സോ ചേച്ചിമാർ എന്നെ വിളിച്ചിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഇയറിങ്സ് തൊട്ട് നോക്കുകയാണ് കേട്ടോ. അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഈ ഇയറിങ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇയറിങ്സ് ദാണ്ടിയ കളിക്കുന്ന 2 പെൺകുട്ടികളുടെ വരുന്നൊരു ഇയറിങ്സ് ആണ്. ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇതിൻ്റെ ഗോൾഡൻ കളറും ഉണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു ബ്ലാക്ക് മെറ്റൽ കൈൻഡ് ഓഫ് സിൽവർ കളറാണ് കേട്ടോ. അടുത്തൊരു ഇയറിങ്സ് വീണ്ടും ഒരു ബ്ലാക്ക് പോളിഷിൽ വരുന്നതാണ്. ഒരു ഇങ്ങനെ നമുക്ക് ഹാങ്ങിങ് പോലെ ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നി ആൻഡ് നല്ല സിമ്പിളായിട്ടും തോന്നി. എനിക്ക് നല്ല രീതിയിൽ ഇത് ഇഷ്ടമായി കേട്ടോ. ഇഷ്ടമായതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ചൂസ് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ നമുക്കിത് വേണമെങ്കിൽ ഇട്ട് നോക്കാം. നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണ്, ഞാൻ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കമ്മലിടാത്ത ഒരാളാണ്. പെട്ടെന്ന് പുറത്ത് പോകുമ്പോഴാണ് കമ്മലിടുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹറിബറി ആയിട്ടൊക്കെ കമ്മലിടണമെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്താൽ മതി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണ്. കാരണം ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഭയങ്കര വെയ്റ്റ്ലെസ് കേട്ടോ, വെയിറ്റേ ഇല്ല. ആൻഡ് നല്ല രസമുണ്ട്. ഗ്ലിഗ് സിങ്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ. അടുത്ത കമ്മൽ ഈ ഒരു കമ്മലാണ്. ഇത് എന്തിനാണ് ഞാൻ എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇതൊരു ഹിന്ദിക്കാരുടെ കയ്യിലാണ്. അപ്പോൾ ആളെൻ്റെ കയ്യിൽ ഇത് എടുക്കുക അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സോ ഇത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഞാൻ ഇട്ടും നോക്കിയിട്ടില്ല. സംതിങ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞാൻ ഇടും. ഇതും ഭയങ്കര പ്രിട്ടി ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത് വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കമ്മലാണ്. എനിക്ക് തോന്നുന്നു ഇതും ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. കാരണം സെയിം കളർ കണ്ടോ, സെയിം മേ ബി ഒരുമിച്ച് എടുത്ത കമ്മലായിരിക്കും. ഭയങ്കര പ്രിട്ടി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ഇയറിങ്സ് ടൈപ്പ് വരുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇത് വെയ്റ്റ്ലെസ് ആണ്. ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇത് ഇട്ടിരുന്നു. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കമ്മലൊന്നുമില്ല. ഇത്തവണ ഞാൻ ചൂസ് ചെയ്തതൊക്കെ എനിക്കില്ലാത്തത്, അതുപോലെ ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്ന കമ്മലാണ്. ഭയങ്കര രസമാണ് കേട്ടോ. എസ്പെഷ്യലി ഇങ്ങനെ കുറച്ച് ചബ്ബി ചീക്സ് ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ കമ്മൽ ഇടുകയാണെങ്കിൽ കുറച്ചിങ്ങനെ നമുക്ക് എന്താ പറയുക കോൺടേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. നല്ല രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് നെക്സ്റ്റ് കമ്മൽ. ഇതിൻ്റെയും എനിക്ക് പ്രൈസ് ഓർമ്മയില്ല കേട്ടോ. എങ്ങനെ എടുത്താലും മൾട്ടി സ്റ്റോൺസിൻ്റെ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. കണ്ടില്ലേ അടിയിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് ഉള്ളത്. ഇതും 150 140 സംതിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഫുള്ള് മൾട്ടി സ്റ്റോൺസ് വരുന്നുണ്ട്. ഇങ്ങനെ ഹാങ്ങിങ്സ് നമ്മൾ വീട്ടിലൊക്കെ ഡെക്കോർ സെറ്റ് ചെയ്യില്ലേ, അതുപോലത്തെ കമ്മൽ. ഇതും ഈസിലി നമുക്ക് കാതിൽ ഹാങ് ചെയ്യാൻ പറ്റിയൊരു കമ്മലാണ്. ഇത് നമുക്ക് ലൈക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ആഷ് പുഷ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിങ്സ് കേട്ടോ. സോ ഞാൻ ഇത്ര ഇയറിങ്സേ വാങ്ങിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. സോ 14 ഇയറിങ്സ് ആണ് ഞാൻ എണ്ണിയപ്പോൾ വന്നത്. സോ ഇതാണ് എൻ്റെ കൽപ്പാത്തി കമ്മൽ ഹാൾ. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. കുറച്ച് പേരെയൊക്കെ കൽപ്പാത്തി തേര് സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സോ നമുക്കപ്പോൾ നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും
ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. നിങ്ങൾക്ക് ഏത് കമ്മല ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറഞ്ഞോ കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാവ് എ വണ്ടർഫുൾ വീക്ക്.